ഇന്ന് രാവിലെ തന്നെ ബീഫ് വരട്ടിയതും നീർദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബീഫ് കഴുകി നല്ല വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് ചോരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വാർന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് വേണ്ട മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അധികം മസാല ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് അടി പിടിക്കും കേട്ടോ. അപ്പോൾ അധികം മസാല ഇട്ട് കൊടുക്കരുത്, കാരണം അടി പിടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 3-4 വിസിലൊന്നും ഒരു വിധം വേവാനായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വിസിൽ ഊരി കുക്കർ തുറന്നിട്ട് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വരട്ടിയെടുക്കുന്ന സമയത്ത് ആ ചട്ടിയിലേക്ക് മസാല ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ആ ഒരു ഇറച്ചിൻ്റെ മേലെ എന്താ പറയുക, ആ ഒരു ലെവലിൽ നിൽക്കണം കേട്ടോ വെള്ളം. ആ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളൊന്ന് ഒരുവിധം വേവാറാവുന്ന സമയത്ത് കുറച്ചുകൂടി മസാലയും പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതി, വലിയ ഉള്ളിൻ്റെ ഒരു പകുതി, ഒരു ചെറിയൊരു തക്കാളിയും കൂടി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചീനച്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് വറ്റിച്ച് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതാ നമ്മുടെ സീയപ്പം, നീർദോശ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് പൊട്ടുകടലയും തേങ്ങയും കാന്താരിമുളകും കൂടി ഇട്ടിട്ട് ഒരു ചട്ടി നിരക്കും കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്, നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. ആ ഒരു ചട്ടിനീൻ്റെ ഒരു റെസിപ്പി ഞാൻ ചില വീഡിയോസിലൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പി ഒരു ദിവസം അതായിട്ട് ചെയ്യാൻ നോക്കാം. ഇത് അത്ര പണിയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് പൊടിച്ച പൊടി കൊണ്ടാണെങ്കിലും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് ചട്ടിയിൽ ഇതേപോലെ എണ്ണ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു കയ്യിലിന്, ആ ഒരു കയ്യിലിൻ്റെ ഒറ്റൊരു കയ്യിലാണ് നമ്മൾ പാരുന്നത്. അപ്പം പിന്നെ ഇങ്ങനെ ചുറ്റിച്ച് പാർന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ നൈസായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് കഴിച്ചാലും മതിയാവില്ല. ആ ഒരു എന്താ പറയുക, പേപ്പർ മാതിരി ഉണ്ടാവും കേട്ടോ അതിൻ്റെ ആ ഒരു കട്ടി. അപ്പോൾ അത് ഈ ഒരു കയ്യിൽ ഇതേപോലെ വീശി ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ആ എണ്ണ ചട്ടിയിലുള്ളതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കുകയൊന്നും ചെയ്യൂല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുപ്പിലാകുമ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കൊണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.